291 27th ഓഫ് ജാനുവരി 2026 അതായത് ഈ മാസം 27-ാം തീയതി ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് എൻ്റെ ഫോളോവർ കൗണ്ടാണ് 291. സെയിം ടൈമിൽ ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ അവിടെയും എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് 291 ആണ്. യു നോ വാട്ട് ഇൻട്രസ്റ്റിംഗ് അബൌട്ട് ദിസ്? ഈ യൂട്യൂബിൽ എനിക്ക് 291 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് ഏകദേശം ഒരു വർഷത്തോളം എടുത്തു. അതേസമയം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ 291 ഫോളോവേഴ്സ് ആവാനായിട്ട് ജസ്റ്റ് 1 മന്ത് എടുത്തുള്ളൂ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബിൽ എങ്ങനെ ഗ്രോ ചെയ്യുക, അതല്ല ഇൻസ്റ്റയിൽ എങ്ങനെ ഗ്രോ ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ നോക്കുമ്പോൾ കൂടുതൽ ഞാൻ കേട്ടേക്കണ ഒരു സംഭവമാണ് ഒരു നീഷ് ചൂസ് ചെയ്യുക, എന്നിട്ട് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുക, അത് നല്ല ഇൻഫോർമേറ്റീവ് ആവുക, അപ്പോൾ നാച്ചുറലി ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് ഞാൻ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് നീഷ് കണ്ടുപിടിക്കാൻ പാടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ഇൻട്രസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു വീഡിയോ ഉണ്ടാക്കുക എന്നുള്ള ഒരു മൈൻഡായിരുന്നു. അപ്പോഴും ആ ടൈമിൽ എനിക്ക് എൻ്റെ നീഷ് എന്താണ്, ഈ ചാനൽ എങ്ങനെ, എന്തൊക്കെ വീഡിയോസ് വേണമെന്നുള്ളതിന് ഒരു ഐഡിയ ഉണ്ടായില്ല. ഇതിനു മുമ്പും ഞാൻ കുറേ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് അതെല്ലാം ഫെയിലായി. കൂടിപ്പോയാൽ 1-2 വീഡിയോസ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഐ തിങ്ക് മെജോറിറ്റി ഓഫ് പീപ്പിൾസിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. കാരണം അവരും ചാനൽ ഇതേപോലെ ബിഗ് ക്രിയേറ്റേഴ്സിനെയൊക്കെ കണ്ടിട്ടാവാം ഇൻസ്പയർ ആയിട്ട് ചാനൽ തുടങ്ങാം. അപ്പോൾ എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു റിയാലിറ്റി ഹിറ്റാവണത്. അതിൻ്റെ പുറകിൽ എന്തോരം വർക്ക് ഉണ്ട്. അതായത് നമ്മൾ സ്ക്രിപ്റ്റ്, ഷൂട്ടിംഗ്, എഡിറ്റിംഗ് തന്നെ കുറേ ടൈം പോകും. അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴേ അറിയുള്ളൂ. എനിക്ക് ആ ഒരു പ്രോസസ്സ് ഇഷ്ടമാണ്. എഡിറ്റിംഗ് എസ്പെഷ്യലി എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ആൻഡ് ഇപ്പോൾ ഈ അതായത് ഫേസ് കാണിച്ചുകൊണ്ട് വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ടോക്കിംഗ് ടു എ ക്യാമറ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് താല്പര്യം ഇല്ല എന്നൊരു കാര്യമാണ്. അത് കാരണമാണ് ഞാൻ ഫേസ് കാണിക്കാണ്ട് ഫാക്റ്റിൻ്റെ ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊന്നും ഇത്ര ഒരു എന്താ പറയുക, അത്ര എൻജോയബിൾ അല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് 1 ഇയർ ബാക്ക്, അതായത് 2025 തോന്നുന്നു, ഫസ്റ്റ് ആ ഒരു ഇയർ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആക്ച്വലി ഫേസ് കാണിച്ചുകൊണ്ടുള്ള കണ്ടന്റ് ഇട്ട് തുടങ്ങിയത്. അതിലെ ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ ആണ്. അതിലാകെ ഒരു വീഡിയോ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡാറ്റ സ്ട്രക്ചറേ ഉണ്ടായില്ല. കാരണം ഐ ജസ്റ്റ് ഹെയ്റ്റ് ഇറ്റ്. എനിക്ക് ഡാറ്റ സ്ട്രക്ചർ കാര്യമായിട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായുള്ളൂ. ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എക്സ്പീരിയൻസ്, അതായത് ഇപ്പോൾ എൻ്റെ കേസ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഫ്ലട്ടറായിരുന്നു പഠിച്ചിട്ട്, പിന്നെ എനിക്ക് ജോബ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹണ്ടിങ് പരിപാടി അതെല്ലാം ഒരു സൈഡിൽ കൂടെ നടക്കണ പരിപാടിയാണ്. അതിനെ ബേസ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഇപ്പോൾ ജോബ് ഹണ്ടായാലും അല്ലെങ്കിൽ ഇതേപോലത്തെ ഓരോ പ്രശ്നമാണേലും അതിനുള്ള സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയെന്നുള്ള കാര്യം വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഈസിയർ. അതായത് നമ്മൾ കണ്ടന്റ് തേടി പോവണ്ട. എനിക്കൊരു ട്യൂട്ടോറിയൽ ടൈപ്പ് വീഡിയോ ഉണ്ടാക്കണത് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. എനിക്ക് അങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതേപോലത്തെ ടൂൾസ് ആയാലും അല്ലെങ്കിൽ വേറെ ഇപ്പം ഈ പോസിബിൾ ആണോ ഈ വീഡിയോ, ക്യാൻ ഐ ഫ്ലട്ടർ ഡെവലപ്പർ മാസ്റ്റർ ESP32 കോഡിംഗ്. ChatGPT ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അതായത് ഈ AI ചാറ്റ് ബോട്ട്സ് ഫുള്ള് ഇൻ മൈ കേസ്. കാരണം ഇതേപോലെ പുതിയ ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്യാൻ പോകുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ടാവും. അതിനകത്ത് ചെറിയ ഇൻട്രൊഡക്ഷൻ കിട്ടാനായിട്ടും നമുക്കൊരു ബേസിക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഈ ChatGPT തന്നെ കിട്ടും. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കറക്റ്റ് സ്റ്റാർട്ടിങ് ജാനുവരിയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഈ അതായത് 2025 എന്തൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്യണം, എന്തൊക്കെ ടൈപ്പ് കോണ്ടന്റ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഫുള്ള്. അപ്പോൾ 2025 എൻ്റെ ഒരു ഗോളായിരുന്നു 4000 വാച്ചേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ക്രോസ് ചെയ്യുക എന്നുള്ളത്. അതെന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഈ വർഷമെങ്കിലും ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കൂടെ സീരിയസ് ആയിട്ട് യൂട്യൂബിനെയും ഇൻസ്റ്റഗ്രാമിനെയും, അതായത് സോഷ്യൽ മീഡിയ ഇത്രയും കൂടെ സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളൊരു മൈൻഡാണ് ഈ വർഷം. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ടും എൻ്റെ ഫുള്ള് ജേണി പറയാനും വേണ്ടിയാണ് ഞാൻ
ഈ വീഡിയോ ചെയ്യണത്. ഇപ്പൊ യൂട്യൂബിൽ ഇത്രയൊക്കെയാണ്. അപ്പൊ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ പോയി കണ്ടു നോക്കാം. ആക്ച്വലി ഈ വർഷം ഞാൻ ഒരു പ്രൊഡക്റ്റ് വോൾട്ട് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു പേഴ്സണൽ വെബ്സൈറ്റിന് പകരം ആയിട്ടുള്ള സംഭവം. അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ആപ്സ്, അതായത് എനിക്ക് ആനിമേഷൻ ചെയ്യാൻ ഇഷ്ടമാണ്. ലോട്ടി എന്ന് പറഞ്ഞ സാധനത്തിൽ വെച്ചാണ് നമ്മളിപ്പോൾ ഈ വെബിലാണേലും ആപ്പിലാണേലും ആനിമേഷൻസ് ഒക്കെ കാണിക്കല്. അപ്പൊ അതില് വേണ്ടി നമുക്ക് കുറെ ആനിമേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ലോട്ടി ഉപയോഗിച്ച്. അപ്പൊ അതിന്റെ കുറെ ആനിമേഷൻസ് ഉണ്ടാവും. പിന്നെ കോഡ് സ്നിപ്പെറ്റ്സ്, അതായത് ഈ ഫ്ലട്ടറിൽ കുറെ വിഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം, പിന്നെ ആപ്സ്, ഗെയിംസ്, ഇതെല്ലാം ഒരു പ്രൊഡക്റ്റ് വോൾട്ട്, അതായത് എൻ്റെ പ്രൊഡക്റ്റ് വോൾട്ടിൽ ഉണ്ടാവും. അതിൽ തന്നെ അതിൻ്റെ ബിഹൈൻഡ് വർക്കിംഗ്, അതായത് എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിൽ എത്തിയത്, എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും എല്ലാം ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ്. അത് ഫൈനൽ ആവുമ്പോൾ അത് എന്താ സംഭവം എന്ന് മനസ്സിലാവും. ബട്ട് അതാണ് ഈ വർഷത്തെ ഒരു ബിഗ് പ്രൊജക്റ്റ് എന്ന് പറയണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും കുറേ ആപ്സും കുറേ സംഭവങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഈ ബാക്കിൽ ഇപ്പോൾ പഴയ കുറേ ആപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എല്ലാവർക്കും അവൈലബിൾ ആക്കാമെന്ന് വിചാരിച്ചു. അതായിരിക്കും ആർക്ക് വേണമെങ്കിലും പോയി ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ഇതേപോലത്തെ ഒരു അപ്ഡേറ്റ് വീഡിയോ 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ചേഴ്സ്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ 1000 ഫോളോവേഴ്സ്, അല്ലെങ്കിൽ അടുത്ത വർഷം, ഇതിലേതെങ്കിലും 3, ഇതിലേതാണോ ആദ്യം അച്ചീവ് ചെയ്യണത് ആ ടൈമിലായിരിക്കും ഇനി ഇതേപോലത്തെ വേറൊരു വീഡിയോ. അപ്പോഴേക്കും അത്ര ദിവസം ഇട്ട കണ്ടന്റ് എല്ലാം ഒന്ന് റിവ്യൂ ചെയ്ത് എവിടെയൊക്കെ ചേഞ്ച് വരുത്തണം, എന്തൊക്കെയായിരുന്നു മിസ്റ്റേക്ക് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. സോ ഇത്ര നാൾ ചെയ്തതിൽ എനിക്ക് തോന്നിയത് ഒരു നീഷ് ഉണ്ടായില്ല. എല്ലാം സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയായിരുന്നു. ആക്ച്വലി എല്ലാം സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്നുകൂടി ഓർഗനൈസ് ചെയ്ത് എല്ലാം ഒരു സെറ്റപ്പ് ആക്കാനാണ് ഈ വർഷത്തെ ഒരു ഗോൾ. സോ അതിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അതായത് എൻ്റെ വർക്ക് ഫ്ലോ ഫാസ്റ്റർ ആക്കാനായിട്ട് ഒരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ഉണ്ടാവും, ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ ഷോർട്സിൽ എനിക്ക് കണ്ട ഒരു പ്രശ്നമാണ്, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. കൂടുതൽ ലെങ്ത്തിൽ നമുക്ക് ഷോർട്സ് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ രണ്ടും മാച്ച് ചെയ്യണ രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കും ഉണ്ടാക്കണത്. യൂട്യൂബിൽ ഇൻഡെപ്ത് ആയിട്ട് ഇതേപോലെ ടോക്കിംഗ് ഹെഡും പിന്നെ ഇത്തിരി ആനിമേഷൻസ് ഒക്കെ വെച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും, ഇൻസ്റ്റയിൽ ഇതേപോലെ സ്മോൾ സ്നിപ്പെറ്റ്സ്, അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം അതിലും ഉണ്ടാവും. അപ്പം ഇനി ഈ ഒരു ജേർണി നിങ്ങൾക്ക് ഫോളോ ചെയ്യണം, അതല്ല ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ സ്മോൾ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ഓക്കെ, സോ യാ, ബൈ.